നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ് തൃക്കരിപ്പൂർ. കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. ഐഡിയൽ ഡെക്കോ ഹോം ആൻഡ് ഓഫീസ് ഫർണിച്ചർ ആൻഡ് ആക്സസറീസ്. സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം. സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ഫാഷൻ ഗോൾഡ് ഇന്റർനാഷണൽ കാസർഗോഡ്, ചെറുവത്തൂർ, പയ്യന്നൂർ. പുതുമന ഗോൾഡ് ഹൗസ്, മെയിൻ റോഡ്, പയ്യന്നൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, കണ്ണൂർ, തളിപ്പറമ്പ, പയ്യന്നൂർ. മണിത്താലി ഗോൾഡ് കവറിംഗ്, സിറ്റി സെന്റർ, സെന്റ് മേരീസ് സ്കൂളിന് മുൻവശം, പയ്യന്നൂർ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബാനർ ജാഥ കരിവെള്ളൂരിൽ തുടക്കമായി. സംസ്ഥാന കൌൺസിൽ അംഗം CP മുരളി ജാഥ ഉദ്ഘാടനം ചെയ്തു. കൃഷിപ്പണിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ചരിത്ര സ്മരണകൾ ഉയർത്തി ചെറുകാടിന്റെ നമ്മളൊന്ന് നാടകം വീണ്ടും അരങ്ങിലേക്ക്. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ഗ്രന്ഥാലയം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രവർത്തകർ നാടകം അരങ്ങിലെത്തിക്കുന്നത്. തൃക്കരിപ്പൂരിലും പരിസരത്തും വയൽ നികത്തൽ വ്യാപകം. നികത്തലിന്റെ ഭാഗമായി വെച്ച തൈകൾ പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകർ പിഴുതുമാറ്റി. ദേശീയ ഗെയിംസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് AKPA നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. CPI കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബാനർ ജാഥയ്ക്ക് കരിവെള്ളൂരിൽ തുടക്കമായി. CPI സംസ്ഥാന കൌൺസിൽ അംഗം CP മുരളി ജാഥ ഉദ്ഘാടനം ചെയ്തു. CPIയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 17 മുതൽ 20 വരെ കണ്ണൂരിൽ വെച്ച് നടക്കുന്നതിന്റെ ഭാഗമായുള്ള ബാനർ ജാഥ കരിവെള്ളൂരിൽ ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ സമരം മുഖം കെട്ടിപ്പടുക്കാനുള്ള പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ എടുക്കുന്ന സന്ദർഭത്തിൽ അതിന് എല്ലാവിധ സംഘടനാ ഒരുക്കങ്ങളും നടത്താൻ തയ്യാറെടുക്കുന്ന കണ്ണൂർ ജില്ലാ സമ്മേളന നഗരിയിലേക്കുള്ള ബാനർ ഇവിടെ വെച്ച് ഏൽപ്പിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും സംഘപരിവാർ ശക്തികളുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള നരേന്ദ്രമോദി സർക്കാർ സാമൂഹിക സാമ്പത്തിക രംഗത്ത് വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പരിപാടികളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ CP മുരളി പറഞ്ഞു. ചടങ്ങിൽ KV ബാബു അധ്യക്ഷനായി. KE മുകുന്ദൻ, N ഉഷ, M രാമകൃഷ്ണൻ, P നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ഗെയിംസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് AKPA നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. നീലേശ്വരം CI U പ്രേമൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നീലേശ്വരം തോട്ടം ഗേറ്റിനു സമീപത്തെ ദേശീയപാതയോരത്ത് നീലേശ്വരം സർക്കിൾ ഇൻസ്പെക്ടർ U പ്രേമൻ ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നീലേശ്വരം മാർക്കറ്റ് ജംഗ്ഷൻ, ചെറുവത്തൂർ, കാലിക്കടവ്, തൃക്കരിപ്പൂർ തുടങ്ങിയ മേഖലകളിലൂടെ നടത്തിയ ബൈക്ക് റാലിക്ക് മേഖലാ ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ നേതൃത്വം നൽകി. മേഖലയിലെ നിരവധി AKPA പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. കല സർവ്വവ്യാപിയാണ്. ലോകത്തിലെ സമസ്ത മേഖലകളിലും കല അടങ്ങിയിട്ടുണ്ടെന്നും കവിയും ഗാനരചയിതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പിലാത്തറ അരവിന്ദ വിദ്യാലയത്തിന്റെ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല സർവ്വവ്യാപിയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്നതിൽ തന്നെ വലിയ പങ്കാണ് കല വഹിക്കുന്നത്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കലയുണ്ട്, വ്യത്യസ്ത ഭാവത്തിലാണെന്ന് മാത്രം കൈതപ്രം അഭിപ്രായപ്പെട്ടു. സംഗീതം പഠിക്കാൻ അല്ലെങ്കിൽ ലോകത്തിലെ ആരുടെയും പാട്ട് പഠിക്കാൻ ഒരാളോട് ചോദിക്കണം, ആരുടെയും ഡാൻസ് കാണാൻ ആരോടും ചോദിക്കണം. ഇത്രയും സൗകര്യമുള്ള സമയത്ത് നിങ്ങൾ എത്ര പാട്ട് പഠിക്കുന്നുണ്ട്? ഇപ്പൊ പഠിക്കാൻ പറ്റൂല പാട്ട്, ഒരു വലിയ വഴക്കോടുന്ന പോലെയാണ് പാട്ടുകൾ.
ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ അധ്യക്ഷനായിരുന്നു. PP കുട്ടികൃഷ്ണൻ, സോമനീർ പ്രകാശം നിർവഹിച്ചു. പ്രിൻസിപ്പൽ T സുനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PV കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, N രമേശൻ, D ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടിയും അരങ്ങേറി. 1940 കാലഘട്ടത്തിന്റെ ജന്മിത്വ ചൂഷണത്തിന്റെ ഇതിവൃത്തം വരച്ചു കാട്ടിക്കൊണ്ട് ചെറുകാടിന്റെ പ്രശസ്ത നാടകം നമ്മളൊന്ന് വീണ്ടും അരങ്ങിലേക്ക്. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ പ്രവർത്തകരാണ് വീണ്ടും നാടകം അരങ്ങിലെത്തിക്കുന്നത്. ഞായറാഴ്ച രാത്രി 7 മണിക്ക് നാടകം അരങ്ങിലെത്തും. ഇനി കൃഷിപ്പണിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ജന്മി നാടുവാഴികളുടെ കാലത്ത് ഭൂമിക്കു കീഴിൽ എന്തും ഏതും ജന്മിക്ക് അവകാശപ്പെട്ടതാണെന്ന ജന്മിത്വത്തിന്റെ ജ്ഞാനശക്തിക്കെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റുയർത്തി ജന്മിത്വത്തിനെതിരെ പോരാടി സഹനപർവം താണ്ടിയ മുൻതലമുറയുടെ ചരിത്രം മണ്ണിനെയും മനുഷ്യനെയും മറക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ പുതുതലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് ചെറുകാടിന്റെ നമ്മളൊന്ന് എന്ന നാടകത്തിലൂടെ ഒരു കൂട്ടം നാടക പ്രവർത്തകർ. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം 60ാം വാർഷികത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന സാംസ്കാരികോത്സവത്തിലാണ് നാടകം അരങ്ങിലെത്തുന്നത്. വായനശാല പ്രവർത്തകർക്കൊപ്പം CPMന്റെ 2 ജില്ലാ കമ്മിറ്റി മെമ്പർമാരും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരും നാടകത്തിൽ വേഷമിടുന്നു എന്നത് തന്നെയാണ് നാടകത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഒരു കാലത്ത് നാടകത്തിന്റെ ചുവട് പിടിച്ചായിരുന്നു കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിയത്. അതിലൂടെ ജന്മിത്വത്തിന്റെയും നാടുവാഴിത്തത്തിന്റെയും ഇരുണ്ട കാലത്തിനെതിരെ സംഘടിക്കുകയും ചെയ്തു. CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ, PK നാരായണൻ മാസ്റ്റർ, മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി CO പ്രഭാകരൻ, മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചറുടെ ഭർത്താവ് E ദാമോദരൻ മാസ്റ്റർ, രജിത മധു, വിനോദെടുത്തില, രതീശൻ നെരുവമ്പ്രം, OV ഗണേശൻ തുടങ്ങിയ 30ഓളം അഭിനയ പ്രതിഭകളാണ് ചെറുകാടിന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്നത്. ധർമ്മൻ ഏഴോത്തിന്റെ പശ്ചാത്തല സംഗീതവും വിപ്ലവഗാനങ്ങളും നാടകത്തെ ആസ്വാദനമാക്കുന്നു. വിജയൻ കടമ്പേരിയാണ് രംഗപടം നിർവഹിക്കുന്നത്. പ്രമുഖ നാടക നടൻ പപ്പൻ ചിരന്തനെയാണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിക്കുന്നത്. നാടകം ഞായറാഴ്ച വൈകുന്നേരം 7 മണിക്ക് അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പാലക്കോട് കടപ്പുറം മത്സ്യത്തൊഴിലാളി വികസന സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പഴയകാല മത്സ്യത്തൊഴിലാളികളെ ആദരിക്കലും പൊതുയോഗവും പാലക്കോട് GUP സ്കൂൾ ഹാളിൽ നടന്നു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം മൂസ ഹാജി ഉദ്ഘാടനം ചെയ്തു. സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 60ഓളം പഴയകാല മത്സ്യത്തൊഴിലാളികളെ ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം CK മൂസ ഹാജി ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KC മുസ്തഫ അധ്യക്ഷനായിരുന്നു. രാമന്തളി പഞ്ചായത്ത് അംഗം ലക്ഷ്മി, KC അബ്ദുൽ ഖാദർ, M അബ്ദുൽ ഖാദർ, എടമന കുട്ടിസ്വാമി എന്നിവർ പ്രസംഗിച്ചു. പണ്ടുകാലത്ത് മത്സ്യബന്ധന രീതികളെക്കുറിച്ച് മത്സ്യത്തൊഴിലാളികൾ അനുഭവങ്ങൾ പങ്കുവച്ചു. വയൽ നികത്തുന്നതിന് മുന്നോടിയായി തെങ്ങ് വെച്ചെന്നാരോപിച്ച് പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകർ തൈകൾ പിഴുതുമാറ്റി. കഴിഞ്ഞ ദിവസം രാത്രി വയലിൽ 3 തെങ്ങുകൾ പ്രത്യക്ഷപ്പെട്ടെന്നാണ് ആരോപണം. ഇതിനു മുൻപ് ഇവിടെ മണ്ണിട്ട് നികത്താനുള്ള ശ്രമം പൈതൃക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞതിനെ തുടർന്ന് ആ ശ്രമം ഉപേക്ഷിച്ചിരുന്നതായി സമിതി പ്രവർത്തകർ പറഞ്ഞു. പക്ഷേ ഇന്ന് കാലത്ത് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ഇവിടെ എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഈ വയലിൽ തെങ്ങ് സ്വന്തം പറമ്പെന്ന് പൊരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ നട്ടിരിക്കുകയാണ്. കാരണം ഈ വയൽ പറമ്പാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവിടെ ഇതിൻ്റെ പുറകിൽ സ്ത്രീകൾ മൂരുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സുതാര്യമായ വയലുകൾ മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഈ തൃക്കരിപ്പൂർ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരം വയലുകൾ നശിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും വയലുകൾ നശിപ്പിച്ചുകൊണ്ട് ഒരു വികസനവും ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിന് ഈ നാട്ടുകാരെ മുൻനിർത്തിക്കൊണ്ട് വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നാൽ വീണ്ടും പറമ്പിലെ തെങ്ങുകൾ പൊരിച്ചെടുത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കുഴിയെടുത്ത് വെച്ചതെന്നാണ് ആരോപണം. ശനിയാഴ്ച വയലിൽ തെങ്ങ് പ്രത്യക്ഷപ്പെട്ടത് കണ്ട പ്രവർത്തകർ തെങ്ങുകൾ പിഴുതുമാറ്റുകയായിരുന്നു. വയൽ നികത്താനുള്ള ഏത് ശ്രമവും പരാജയപ്പെടുത്തുമെന്ന് സമിതി ഭാരവാഹികളായ ഷിബിൻ TV, മഹേഷ് KV, ഷൈജു UK, ദിതീഷ് KV, ലോഹിതാക്ഷൻ KP തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിൽ കേളോത്ത് സെൻട്രൽ UP സ്കൂളിൽ ശില്പശാല സംഘടിപ്പിച്ചു. മലയാള പാഠശാല ഡയറക്ടർ TP ഭാസ്കർ പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു കരുത്ത് കിട്ടുന്നു. പയ്യന്നൂർ സബ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ TK മാധവൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. മുരളീകൃഷ്ണൻ, R ഗംഗാധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. 100ഓളം കുട്ടികൾ ശില്പശാലയിൽ പങ്കെടുത്തു. 2014-15 വർഷത്തെ കാസർഗോഡ് ജില്ലാ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പ്രിൻസിപ്പൽ കീർത്തിമോൻ ഉദ്ഘാടനം ചെയ്തു. ടെന്നിക്കോറ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി M ലതിക ടീച്ചർ പതാക ഉയർത്തി. KV ബിജു,
കോർഡിനേറ്റർ എ രാമകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് നടന്ന മത്സരത്തിൽ 5 സ്കൂളുകളും 3 ക്ലബ്ബുകളും പങ്കെടുത്തു. 9ാമത് ടെന്നിക്കോറ്റ് ചാമ്പ്യൻഷിപ്പാണ് തൃക്കരിപ്പൂരിൽ വേദിയായത്. ഓവറോൾ ചാമ്പ്യന്മാരായി GHS തച്ചങ്ങാടും 2ാം സ്ഥാനം GHS ഉദിനൂരും 3ാം സ്ഥാനം GVHS തൃക്കരിപ്പൂരും കരസ്ഥമാക്കി. മാടായി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾക്കും മെമ്പർക്കുമായി ഇരുചക്ര വാഹനമേള സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് KV രാമചന്ദ്രൻ മാസ്റ്റർ ആദ്യ താക്കോൽദാനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PC ഖാസിം, സെക്രട്ടറി T രാഘവൻ, PV കരുണാകരൻ, KV നന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സംസ്ഥാനതല പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസം അനുവദിച്ച UDF സർക്കാരിനും ഉമ്മൻചാണ്ടിക്കും അഭിവാദ്യമർപ്പിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി ടൗണിൽ പ്രകടനം നടത്തി. മണ്ഡലം പ്രസിഡന്റ് C ദാമോദരൻ, ബ്ലോക്ക് പ്രസിഡന്റ് KV കുഞ്ഞികൃഷ്ണൻ, ജില്ലാ കൌൺസിൽ അംഗങ്ങളായ TV ബാലൻ, KV രാഘവൻ, P രാഘവൻ നായർ, T രാഘവൻ, V മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ സാന്ത്വന പരിചരണ ക്ലാസ് സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ CK ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ VC രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. TTV രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. PK സേതുമാധവൻ മാസ്റ്റർ സംസാരിച്ചു. 300ഓളം വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു. KFA അംഗീകൃത അഖില കേരള സെവൻസ് ഫുട്ബോളിന്റെ വരവറിയിച്ച് തൃക്കരിപ്പൂരിൽ വിളംബര ഘോഷയാത്ര നടന്നു. പെരുമ്പറ ശബ്ദത്തോടെ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ തങ്കേമുക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ആതിഥേയരായ ആക്മി തൃക്കരിപ്പൂരിന്റെയും അൽഹുദ ബിരിച്ചേരിയുടെയും സാരഥികളും ടൂർണമെന്റിന്റെ ഭാരവാഹികളും വിവിധ ക്ലബ്ബ് പ്രവർത്തകരും ബോൾ ബോയ്സും സ്പോർട്സ് പ്രേമികളും നാട്ടുകാരും അടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു. ടൗൺ ചുറ്റിയ വിളംബര ഘോഷയാത്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കൺവീനർ ഷൗക്കത്ത് അലി, വൈസ് ചെയർമാൻ ഷുഹൈബ്, സുലൈമാൻ മാസ്റ്റർ, ബിജു TV, സത്താർ, ഷാജഹാൻ, മഹബൂബ്, ഇസ്മയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. 18-ന് വൈകിട്ട് K കുഞ്ഞിരാമൻ MLA ഫുട്ബോൾ മേള ഉദ്ഘാടനം ചെയ്യുന്നതോടെ കോഴിക്കോട് ജില്ലാ ചാമ്പ്യന്മാരായ FC കോഴിക്കോടും കണ്ണൂർ ജില്ലാ ചാമ്പ്യന്മാരായ പയ്യന്നൂർ കോളേജും പ്രഥമ മത്സരത്തിൽ ഏറ്റുമുട്ടും. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കരിവള്ളൂർ കർഷക സംഘം നോർത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പച്ചക്കറി കൃഷി ശ്രദ്ധേയമാകുന്നു. ചിറ്റയിലെ എലഗന്റ് മോഡുലാർ കിച്ചൺ സെന്ററിന്റെ 15 സെന്റ് സ്ഥലത്താണ് കൃഷി. കരിവള്ളൂർ ചിറ്റയിലെ എലഗന്റ് മോഡുലാർ കിച്ചൺ സെന്ററിന്റെ 15 സെന്ററിലെ പച്ചക്കറി കൃഷി ശ്രദ്ധേയമാവുകയാണ്. തികച്ചും ജൈവവളവും ജൈവ കീടനാശികളും ഉപയോഗിച്ചാണ് കൃഷി. അത്യുത്പാദന ഇനത്തിലുള്ള തക്കാളി, വെണ്ട, കയ്പ, പടവലം, പയറ്, വഴുതിന, ചീര എന്നിവയൊക്കെ ഇവിടെ കൃഷി ചെയ്യുന്നു. രാസവളമിട്ട് കൃഷി ചെയ്യുന്നതിനേക്കാൾ പുഷ്ടിപ്പെട്ട് വിളവ് തരുന്ന ഈ പച്ചക്കറിത്തോട്ടം ഏവർക്കും മാതൃകയാവുകയാണ്. പടന്നക്കാട് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പച്ചക്കറി വിത്ത് കൊണ്ടുവരാറ്. ജനങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കുക എന്നാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. ഈ മോഡുലാർ കിച്ചൺ സെൻ്ററിൻ്റെ ഈ പ്ലോട്ട് തിരഞ്ഞെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം നല്ല ശുദ്ധിയുള്ള നല്ല വൃത്തിയുള്ള അടുക്കള ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിഷലിപ്തമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കുക ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണ്. ജൈവ കാർഷിക രീതി കരിവള്ളൂരിലാകെ വ്യാപിക്കുകയാണ് ഇത്തരം കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കരിവള്ളൂർ ഫാമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോവിന്ദൻ പറയുന്നു. ചെറുവത്തൂർ സബ് ജില്ലാ കമ്മിറ്റി സയൻസ് ക്ലബ്ബ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര ക്ലാസ് സംഘടിപ്പിച്ചു. ദിനേശൻ തെക്കുംപാട് ക്ലാസ് എടുത്തു. വിദ്യാലയത്തിലെ പാഠഭാഗങ്ങളെ അടിസ്ഥാനമാക്കി സബ് ജില്ലയിലെ ശാസ്ത്രാധ്യാപകർക്കായി സംഘടിപ്പിച്ച ക്ലാസ്സിൽ മേജിക്കാരന്റെ അത്ഭുതങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന ശാസ്ത്രവശങ്ങളെക്കുറിച്ച് ദിനേശൻ തെക്കുംപാട് വിവരിച്ചു. ഭൗതികശാസ്ത്ര പരീക്ഷണങ്ങളിലും ക്ലാസ് എടുത്തു. ക്ലബ് സെക്രട്ടറി ജയചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും പ്രദീപ് PP നന്ദിയും പറഞ്ഞു. വാട്ടർ അതോറിറ്റി ജീവനക്കാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ATP ജമാലുദ്ദീന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് എരിപുരത്ത് അനുസ്മരണം സംഘടിപ്പിച്ചു. PP ദാമോദരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അതുപോലെ വെസ്റ്റ് വില്ലേജ് മഹിളാ അസോസിയേഷൻ
വില്ലേജ് കമ്മിറ്റി അംഗമാക്കാനും അതുവഴി ഈ പ്രദേശത്തെ ബഹുജനങ്ങളിലാകെ എരിപുരം V1 ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെയും സുഹൃത്തുക്കളുടെയും നേതൃത്വത്തിലാണ് ജമാലുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചത്. NV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ട്രഷറർ M തമ്പാൻ, സുധീർ വെങ്ങര, SV അബ്ദുൾ റഷീദ്, MK സുകുമാരൻ, P നാരായണൻകുട്ടി, E മനോജ് കുമാർ, V വിനോദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാനതല ജൂനിയർ റെഡ് ക്രോസ് AB ലെവൽ പരീക്ഷ പീലിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചെറുവത്തൂർ ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ 8-9 ക്ലാസുകളിലെ 220 കുട്ടികളാണ് റെഡ് ക്രോസ് പരീക്ഷയ്ക്കെത്തിയത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പുളിങ്ങോം റേഞ്ച് ജം ഇയത്തുൽ മുഅല്ലിമിന്റെയും മാനേജ്മെന്റ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ നബിദിന സന്ദേശ റാലി നടത്തി. വൈകുന്നേരം പതാക ഉയർത്തലിന് ശേഷമാണ് റാലി നടന്നത്. പുളിങ്ങോം മഖാം പരിസരത്ത് നിന്നും ആരംഭിച്ച് വാഴക്കുന്നം ചുറ്റി സമ്മേളന നഗരിയിൽ സമാപിച്ചു. കൈപ്പറ്റ ഉസ്താദ് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KP സിർദൌസ് ഫൈസി ഇർഫാനി അധ്യക്ഷനായിരുന്നു. KP മൊയ്തീൻ കുഞ്ഞ് മൗലവി, ഉസ്മാൻ ഫൈസി, റോഷി ജോസ്, PB സജീവൻ, കുടിയിൽ കൃഷ്ണൻ നമ്പ്യാർ, ഫാദർ തോമസ് പട്ടാക്കുളം തുടങ്ങിയവർ സംബന്ധിച്ചു. മുഹമ്മദ് റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി. ആലക്കാട് ദേവി സഹായം LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പ് ഞായറാഴ്ച സമാപിക്കും. വിജ്ഞാനവും വിനോദവും പകർന്ന് കുട്ടികളുടെ സർഗാത്മക ശേഷികൾ പരിപോഷിക്കുന്നതിനും അവരിൽ സഹകരണ മനോഭാവം വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് ആലക്കാട് ദേവി സഹായം UP സ്കൂളിൽ 2 ദിവസമായി സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് P രവീന്ദ്രൻ നിർവഹിച്ചു. ഹെഡ് മിസ്ട്രസ് P രമ, PTA പ്രസിഡന്റ് KV സുരേഷ് ബാബു, K സരസ്വതി, AM മുരളീകൃഷ്ണൻ, സബിത P, പ്രമീള PV, P സുമിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ഒരിഗാമി M മുരളീധരൻ മാസ്റ്റർ, കളിക്കാം പഠിക്കാം സുനിൽ കുന്നരു, പ്രകൃതി അറിയാം ആനന്ദ് പേക്കടം, K മുരളീധരൻ, നാട്ടുപൈതൃകം KC ശശിധരൻ മാസ്റ്റർ എന്നിവർ ക്ലാസ് എടുത്തു. ഒന്നും കൂടി പുതിയ മേഖലകൾ കണ്ടെത്താനും അത് കളികളിലൂടെയും. മാടായി ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിലുള്ള സാംസ്കാരികോത്സവം ഉണർവ് ജനുവരി 20-ന് ആരംഭിക്കും. ചെറുകഥാകൃത്ത് T പത്മനാഭൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. 26 വരെയാണ് സാംസ്കാരികോത്സവം നടക്കുന്നത്. ജനുവരി 20-ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM വേണുഗോപാലൻ അധ്യക്ഷത വഹിക്കും. 21-ന് വിവേകാനന്ദ ഗാന്ധി സ്മൃതി സംഗമം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡോക്യുമെന്ററി ദൈവക്കരു പ്രദർശനവും നടക്കും. 22-ന് നടക്കുന്ന കവിയരങ്ങ് KV സന്തോഷിന്റെ അധ്യക്ഷതയിൽ കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ കവികൾ ചടങ്ങിൽ പങ്കെടുക്കും. 23-ന് ദൈവദശകത്തിന്റെ 100 വർഷങ്ങൾ KEN ഉദ്ഘാടനം ചെയ്യും. 24-ന് നാടക കലാകാരന്മാരുടെ സംഗമം സ്മൃതി അരങ്ങേറും. 25-ന് മതം വിശ്വാസം സമൂഹം എന്ന വിഷയത്തിൽ സെമിനാറും നടക്കും. സമാപന ദിവസമായ 26-ന് നടക്കുന്ന യുവപ്രതിഭാ സംഗമം TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. K സുമിത്രൻ, CM വേണുഗോപാലൻ, വരുൺ ബാലകൃഷ്ണൻ, VP സുഭാഷ്, മണിപ്രസാദ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. വാദിഹൂദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസ് വിറാസിന്റെ ആഭിമുഖ്യത്തിൽ നാഷണൽ സെമിനാർ ജനുവരി 20-ന് നടക്കും. TV രാജേഷ് MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്ലാമിക് ബാങ്കിങ്ങും ഫിനാൻസും ഇന്ത്യയിൽ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. അനുബന്ധ വിഷയങ്ങളിലായി ഡോക്ടർ ഷാരിഖ് നിസാർ, ഡോക്ടർ KV പവിത്രൻ, ഡോക്ടർ CP ഷഹീദ് റംസാൻ, ഡോക്ടർ മുഹമ്മദ് K പാലത്ത് തുടങ്ങിയവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഉദ്ഘാടന ചടങ്ങിൽ വാദിഹുദ ഗ്രൂപ്പ് ചെയർമാൻ ഹംസ അബ്ബാസ് സാഹിബ് അധ്യക്ഷത വഹിക്കും. പ്രൊഫസർ M അബ്ദുൽ സലീം, പ്രൊഫസർ അലിക്കുട്ടി K, റസിൻ ഷുഹൈബ് എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ആസിയാൻ കരാർ റബ്ബർ കർഷകർ പെരുവഴിയിൽ. ഭരണകൂടത്തിന്റെ ജനദ്രോഹ നടപടികളിൽ നിന്ന് കാർഷിക മേഖലയെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി വെൽഫെയർ പാർട്ടി ജനുവരി 26 മുതൽ 28 വരെ മലയോര മേഖല ജാഥ നടത്തും. ജനുവരി 26-ന് രാവിലെ 10 മണിക്ക് ജില്ലാ പ്രസിഡന്റ് ജോസഫ് ജോൺ നയിക്കുന്ന ജാഥ ചെറുപുഴയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ജോൺ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്യും.
തുടർന്ന് 100 കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി 28-ന് ശ്രീകണ്ഠാപുരത്ത് സമാപിക്കും. സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്യും. പരിപാടി വൻ വിജയമാക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ പരിശീലന ക്യാമ്പ് ഞായറാഴ്ച പയ്യന്നൂർ ആരാധന ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. MBCF സംസ്ഥാന പ്രസിഡന്റ് TG ഗോപാലകൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പരമ്പരാഗത തൊഴിൽ ചെയ്തു വരുന്ന സമുദായങ്ങളുടെ ഐക്യനിരയാണ് MBC അഥവാ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ. ഭരണഘടനാപരമായി എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും ഒന്നുപോലെ ലഭിക്കേണ്ടുന്ന സംവരണം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ ഇക്കാലം അത്രയും ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ ക്രൂരമായി നിഷേധിച്ചതിനെ തുടർന്നാണ് തുല്യദുഃഖിതരായ 20ഓളം സമുദായാംഗങ്ങളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടിയാണ് MBCF രൂപീകരിച്ചത്. ഏകദിന നേതൃത്വ പരിശീലന ക്യാമ്പിൽ വർത്തമാനകാല കേരളീയ സമൂഹവും ജാതി സംഘടനകളും എന്ന വിഷയത്തിൽ A. കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ഇന്ത്യൻ ഭരണഘടനയും സമുദായ സംവരണവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് M. രമേശും ക്ലാസ് എടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ MBCF ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV ഷാജി അധ്യക്ഷത വഹിക്കും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് PV ഷാജി, സന്തോഷ് തെക്കേടത്ത്, P. ലക്ഷ്മണൻ, P. രാഘവൻ, AT ശശീന്ദ്രൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. അപ്പോസ്തല പ്രമുഖൻ വിശുദ്ധ പൗലോസിന്റെ തിരുനാൾ മഹോത്സവത്തിന് തൃക്കരിപ്പൂർ പോൾസ് ദേവാലയത്തിൽ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറ്റും ദിവ്യബലിയും നടന്നു. എനിക്ക് ജീവിതം ക്രിസ്തു, മരണം നേട്ടവുമാണെന്ന വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ തന്റെ ദിവ്യനാഥനു വേണ്ടി ജീവത്യാഗം നടത്തിയ അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പൗലോസ് ശ്ലീഹയുടെ തിരുനാൾ മഹോത്സവം 16 മുതൽ 18 വരെ കൊണ്ടാടുകയാണ്. തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ഇടവക വികാരി ഫാദർ ജോസഫ് തണ്ണിത്തോട്ട് പതാക ഉയർത്തിയതോടെ നോവേന ദിവ്യബലി നടന്നു. റവറന്റ് ഫാദർ അനിൽ മങ്കാട്ട് കാർമ്മികത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഉത്സവ വിശേഷങ്ങൾ. കണ്ണപുരം മെട്ടമ്മൽ പെരുന്തോട്ടം ശ്രീ നീലിയാർ ഭഗവതി ക്ഷേത്രം ആണ്ടുതിറ മഹോത്സവത്തിന് തുടക്കമായി. ഉത്സവത്തിന് തുടക്കം കുറിച്ച് കലവറ ഘോഷയാത്ര നടന്നു. ജനുവരി 16 മുതൽ 19 വരെ നടക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചാണ് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നത്. ചെറുകുന്നിൽ നിന്നും ആരംഭിച്ച കലവറ നിറക്കൽ ഘോഷയാത്ര നീലിയാർ ഭഗവതി ക്ഷേത്രത്തിൽ സമാപിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ഭക്തജനങ്ങൾ കലവറ ഘോഷയാത്രയിൽ പങ്കെടുത്തു. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് കലവറ ഘോഷയാത്ര നടന്നത്. കാങ്കോൽ ശിവക്ഷേത്രം പ്രതിഷ്ഠാദിന മഹോത്സവം ജനുവരി 18, 19 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ മുതൽ മഹാമൃത്യുഞ്ജയ ഹോമം, മഹാഗണപതി ഹോമം തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി സ്വർണ്ണപ്രശ്ന പരിഹാര കർമ്മവും അയ്യപ്പക്ഷേത്ര ബാലാലയ പ്രതിഷ്ഠയും നടക്കും. തെക്കിനിയടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. ആഘോഷത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും വിവിധ ആധ്യാത്മിക പരിപാടികളും നടക്കും. 18 ഞായറാഴ്ച അന്നദാനവും ഉണ്ടാകും. വി കുഞ്ഞിരാമൻ ഇളയ പൊതുവാൾ, TC കൃഷ്ണരാജവർമ്മ, PK ദിവാകരൻ, G നിത്യാനന്ദ കമ്പത്ത്, PP സുരേഷ് കുമാർ, TP ജനാർദ്ദനൻ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബാനർ ജാഥ കരിവള്ളൂരിൽ തുടക്കമായി. സംസ്ഥാന കൌൺസിൽ അംഗം CP മുരളി ജാഥ ഉദ്ഘാടനം ചെയ്തു. കൃഷിപ്പണിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ചരിത്ര സ്മരണകൾ ഉയർത്തി ചെറുകാടിന്റെ നമ്മളൊന്ന് നാടകം വീണ്ടും അരങ്ങിലേക്ക്. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ഗ്രന്ഥാലയം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പ്രവർത്തകർ നാടകം അരങ്ങിലെത്തിക്കുന്നത്. തൃക്കരിപ്പൂരിലും പരിസരത്തും വയൽ നികത്തൽ വ്യാപകം. നികത്തലിന്റെ ഭാഗമായി വെച്ച തൈകൾ പൈതൃക സംരക്ഷണ സമിതി പ്രവർത്തകർ പിഴുതുമാറ്റി. ദേശീയ ഗെയിംസിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് AKPA നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ ടെന്നിക്കോയ് ചാമ്പ്യൻഷിപ്പിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.